യേശുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്ലീഹാ നോമ്പിന്റെ 10ാം ദിവസമായ ഇന്ന് നാം ചിന്തിക്കുന്നത് എരിവുകാരനായ വിശുദ്ധ ശീമോനിയെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കല്യാണി എന്ന പേരുകൂടി ശീമോനിയെ കൊണ്ടുവരുന്നതായി രേഖയിൽ പറയുന്നു. സെലോട്ടിയസ് എന്ന വിപ്ലവ സംഘടനയുടെ അംഗമായിരുന്നു ശീമോനിയ. ഒരു നല്ല ദേശമായിരുന്നു ശീമോനിയ. അതുകൊണ്ടാണ് എരിവുകാരൻ എന്ന പേര് വിളിക്കാൻ കാരണമായതെന്ന് ചില രേഖകളിൽ പറയുന്നു. ബ്രിട്ടൻ, ആഫ്രിക്ക, ഈജിപ്റ്റ് എന്നീ സ്ഥലങ്ങളിൽ ശീമോനിയ സുവിശേഷം അറിയിച്ചു. 12 ശ്ലീഹന്മാരുടെ പേര് പറയുന്നിടത്ത് മാത്രമാണ് ശീമോനിയയുടെ പേര് അതിനകത്ത് കാണുന്നത്. മറ്റൊരിടത്ത് ശീമോനിയയെ പറ്റി പറയുന്നില്ല. റോമ ചക്രവർത്തിയായ ട്രാജന്റെ കാലത്താണ് ശീമോനിയ രക്തസാക്ഷിമരണം ഭാവിച്ചത്. മെയ് മാസം 10-ാം തീയതി പൗരസ്ത്യ സഭകൾ ശീമോനിയയുടെ ഓർമ്മ ആചരിക്കുന്നത്. ശീമോനിയയുടെ പ്രാർത്ഥന എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ. ആമീൻ.